വളരെ ചുരുക്കമായിട്ട് അത്യാവശ്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് കർത്താവിൻ്റെ ദാസനെ ഞങ്ങൾക്കൊന്ന് സഭയായിട്ടൊന്ന് അദ്ദേഹത്തോടുള്ള ബഹുമാനം അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. और मैं एक दो शब्द बोलने के बाद हम कलीसिया के थोर से प्रभु का दास को अपना आदर और प्रेम को प्रकट करना चाहते हैं. ഞങ്ങൾ വളരെ ചെറിയ നാൾ തൊട്ടേ ഒരുമിച്ച് യാത്ര ചെയ്യാൻ തുടങ്ങിയതാണ്. हम बहुत ही छोटी उम्र से साथ साथ चलने शुरू किया सेवकाई में. ഞങ്ങൾ ഒരു സഭയിലാണ് കർത്താവിനെ ആരാധിച്ചത്. हम एक ही कलीसिया में बचपन में आराधना करते थे. ശുശ്രൂഷയുടെ ആരംഭകാലങ്ങളെല്ലാം ഒരുമിച്ച് ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്. सेवकाई की शुरुआत में एक साथ कई सफर हमने किया. സാംബാസിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പിതാവും മാതാവും കഴിഞ്ഞാൽ ഞങ്ങള് ബാപ്പച്ചിയും സോഫിയമ്മയും എന്നാണ് വിളിക്കുന്നത്. പാമ്പാടിക്കാരെങ്ങനെ വിളിക്കുന്ന അറിയില്ല. അവർ കഴിഞ്ഞാൽ പിന്നെ പറയാൻ അനുവാദമുള്ളതും ഉത്തരവാദിത്വമുള്ളതും എനിക്കാണെന്നാണ് എൻ്റെ ഉള്ളിലെ ചിന്ത. और मैं यही मानता हूँ सांबास्टर के बारे में कुछ भी बोलने के लिए पहला अधिकार उनका माता पिता का है. इसके बाद मैं मानता हूँ मुझे ज्यादा अधिकार है उनके बारे में कहने के लिए. ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആദ്യം പോയത് അദ്ദേഹത്തിൻ്റെ കൂടെയാണ് എറണാകുളത്ത് വൈപ്പിനിൽ. और एर्नाकुलम में वाइपिन जगह में सेवकाई के लिए मैं पहली बार प्रभु के दास के साथ चले गया. ഞങ്ങൾ ഒരുമിച്ച് ആ കുമരകത്തെ സഭയിൽ കർത്താവിനെ സേവിച്ച കാലങ്ങൾ ഓർമ്മയുണ്ട്. और कुमरगम में हम लोग एक साथ प्रभु की सेवा करने का समय याद आ रहे हैं. അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പറയുന്നതിൽ നിങ്ങൾ മനഃപൂർവ്വമായിട്ട് ക്ഷമിക്കുക. और उनको बिठाकर बोलने में आप कृपया क्षमा करें. ഈ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയ കാലം മുതലേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടക്കുന്ന സ്വപ്നങ്ങളും ദർശനങ്ങളും എല്ലാം വേറിട്ടതായിരുന്നു. और जैसे उस सेवकाई में निकला है उनका दर्शन और उनका योजना बिल्कुल औरों से अलग रहा. കോളേജിൽ പോകുന്ന സമയത്ത് അദ്ദേഹം അവിടുത്തെ കോളേജിലെ ഒരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ടല്ലോ, കോളേജിൽ എന്തായിരുന്നു, ICPF. അവിടെ അദ്ദേഹം നല്ല ആക്റ്റീവ് ആയിരുന്നു. और कॉलेज में ICPF की जो झुंड में वो बहुत ही सक्रिय रहा. എൻ്റെ ഓർമ്മയിൽ പിന്നെ ഞാൻ ഓർക്കുന്നത് ഒരു ബോട്ട് ടീമിൽ, KP യോഹന്നാൻ്റെ ഒരു ബോട്ട് ടീമിൽ അദ്ദേഹം അംഗമായി. और KP യോഹന്നാൻ का एक टीम में उन्होंने शामिल हुआ. ഞാൻ എൻ്റെ മനസ്സിലുള്ള വഞ്ചിക്കാതെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, दिल से दो बात आपको कहना चाहता हूँ. കർത്താവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്താനുള്ള ഒരു അഗൈതമായ അഭിവാഞ്ച എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ അകത്തുണ്ടായിരുന്നു. उनके अंदर में ऐसे एक प्यास है, जहां कहीं भी उनको मंच मिलता है एक ही नाम को वो ऊंचा करता है, वो यीशु मसीह का नाम है. രണ്ടാമത്, അദ്ദേഹം ഒരു ദ്രവ്യാഗ്രഹിയല്ല. दूसरी बात, वो पैसा के लिए लोभ रखने वाले एक दास नहीं है. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ ചന്ത പോകുന്ന പോലെ മിഡിൽ ഈസ്റ്റ് യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മൾ പുതുപ്പള്ളി പച്ചക്കറി വാങ്ങിക്കാൻ പോകുന്ന പോലെ പല രാജ്യങ്ങൾ അദ്ദേഹം ഒരുപക്ഷെ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ആ വാക്ക് പറയണമെന്നറിയത്തില്ല, ഇവിടുത്തെ ഏറ്റവും വലിയ പേരെ വീട് അദ്ദേഹത്തിന് വേണേ വെക്കാമായിരുന്നു എന്നായിരുന്നു എൻ്റെ ഉള്ളിലൊരു ചിന്ത. और हम जैसे पास में बाजार जाते हैं उसी प्रकार वो कई विदेशों में जाते हैं सेवा करने के लिए. अगर वो चाहने से पैसा कमा करके इस इलाका का सबसे बड़ा घर भी वो बना सकता था. അദ്ദേഹം കാട്ടിക്കൂട്ടുന്ന ആത്മീക ഭ്രാന്തുകൾ ഞാൻ വളരെ പരുഷമായ ഭാഷയിൽ അദ്ദേഹത്തോട് 10,000 തവണ പ്രതികരിച്ചത് എൻ്റെ ഓർമ്മയിലുണ്ട്. ബിന്ദുവിനൊക്കെ ഒരു ലിമിറ്റ് കൂടുതൽ പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പരുഷമായ ഭാഷയിൽ അദ്ദേഹത്തോട് പ്രതികരിച്ചത് എൻ്റെ ഓർമ്മയിലുണ്ട്. और कई बार प्रभु के दास जब सेवकाई के लिए कुछ ऐसे कदम उठाते हैं, हम इसकी आलोचना करते हैं, हम कोशिश करते हैं उनको मना करने के लिए, हजारों बार उनको समझाते हैं. उनके पत्नी के पास सीमा है समझाने के लिए, लेकिन मैंने बहुत कुछ बोला. അദ്ദേഹത്തോട് പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുന്നുണ്ട്, നിങ്ങൾ ചുമക്കുന്ന ആ ദർശനത്തിൻ്റെ തീവ്രാധിക്യം നിങ്ങളുടെ മക്കളുടെ അകത്ത് എത്തിയില്ലെങ്കിൽ അപ്പ എന്തുകൊണ്ടാ ഒരു വീട് വെക്കാത്തത് എന്നെങ്കിലും ഒരു ദിവസം നമ്മുടെ കണ്ണി നോക്കി ചോദിച്ചു പോയാൽ ചിലപ്പോൾ നമുക്ക് മറുപടി ഇല്ലാതെ വരുന്നൊരു ദിവസം ഉണ്ടാകുമെന്ന് വരെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. हम यही हद तक उनको कहा है, एक दिन आपका बच्चे आपको पूछेंगे आपने क्या किया,
हमारे लिए क्या किया, एक घर तक नहीं बनाया है। आप इसलिए इतना सारा चीज सुसमाचार के लिए मत करो, बच्चों के लिए भी सोचो करके मैंने समझाया। എന്നിട്ടും അദ്ദേഹം വീട് വെച്ചില്ല. फिर भी इतना मैंने कहने के बाद भी वो खुद का घर नहीं बनाया है। എനിക്ക് കിട്ടിയതെല്ലാം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി മുടക്കി. जो भी उनको मिला है प्रभु का सेवा के लिए खर्चा किया है। അതുകൊണ്ടായിരിക്കും അദ്ദേഹം ആ പാട്ടിന്റെ വരികൾ അങ്ങനെ എഴുതിയത്. അവൻ ആർക്കും കടക്കാരനല്ലെന്ന് എഴുതാനുള്ള കാരണം. इसलिए प्रभु के दास ने लिखा है वो किसी के लिए कर्जदार नहीं है। അന്ന് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയ നാള് മുതൽ കാലിൽ തൊലിയില്ലാതെ ഓടിയിട്ടുണ്ട് അദ്ദേഹം. और जैसे वो सेवकाई के लिए निकला है तब से पाँव में इतना दर्द होने तक वो सेवा किया है। ഞങ്ങള് വൈപ്പിൻകരയിൽ ഒരു ലൈൻ കെട്ടിടത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. 4 വീട്ടുകാര് അടുത്തടുത്ത് താമസിക്കുന്നു. ഓക്കെ, 4 വീട്ടുകാർ ഞങ്ങൾ ഇങ്ങനെ അടുത്തടുത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. और एर्नाकुलम में हम 4 परिवार वाइपिन में एक ही जगह में रुका हुआ था। കഴിക്കാൻ ആഹാരമില്ലാതെ കുറെ ദിവസങ്ങളായിട്ട്. അപ്പൊ എനിക്ക് സാമ്പാസിന് അത്രയും സമർപ്പണം ഇല്ലെന്ന് കൂട്ടിക്കോ. और हमारे पास खाने के लिए कुछ नहीं था उस समय। आप मान लो कि मुझे सांबासो जैसे उतना समर्पण नहीं है। ഞങ്ങൾക്ക് കിടക്കാൻ ഒരു കട്ടിലില്ല. हमको सोने के लिए चौकी नहीं है। അവിടുത്തെ തറയിൽ ഒരു പായും വിരിച്ചിട്ട് और वहां पर जमीन में एक चटाई बिछाकर ഈ ഞാൻ മനസ്സിൽ ഓർത്തിട്ടുണ്ട്, അയൽവക്കത്ത് താമസിക്കുന്ന ഹിന്ദുസ് ഒക്കെയാന്ന് തോന്നുന്നു. അവര് ആരെങ്കിലും വന്ന് നോക്കിയിട്ട് 1-2 ആൺപിള്ളേർ താമസിക്കുന്ന വീട്ടിൽ ഭക്ഷണം ഇല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം തരാൻ സാധ്യത ഉണ്ടെന്നൊക്കെ ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. और मेरे मन में यही विचार कर रहा था, पड़ोसी लोग हिंदू लोग शायद होंगे, शायद इधर कुछ लोग रह रहे, खाना नहीं है, खाना देंगे करके मैं सोचते थे। അതിന് ഈ മനുഷ്യൻ കാണിച്ച കുരുത്തക്കേട്, ഒന്നുമില്ലാതെ കലം ഇങ്ങനെ കഞ്ഞി വാർത്തതുപോലെ അവിടെ ഇട്ടിട്ടുണ്ട്. और इन्होंने क्या किया है, जैसे हम लोग चावल उतारते हैं पकने के बाद उसी प्रकार हंडी सब रखा था। ആര് വന്ന് ചോദിച്ചാലും പുള്ളി പറയും കഞ്ഞി വാർത്തതേ ഉള്ളെന്ന് പറയും. അതിനൊന്നും ഇല്ലെന്ന് എനിക്ക് അറിയത്തുള്ളൂ. और कोई भी आकर बोलते हैं वो बोलेंगे कि हम अभी अभी खाना बनाया है, लेकिन मुझे मालूम है वो जो बर्तन खाली है। ഈ ഞാനിത് എന്തിനാ പറയുന്നത്, നിങ്ങൾ ഈ കാണുന്ന കോട്ടിട്ട സാമ്പാസിന് മുമ്പ് കുറേ വേദനകൾ കൂടെ പോയ കുറേ അധ്യായങ്ങൾ അദ്ദേഹത്തിന്റെ പുറകിലുണ്ടെന്ന് പറയാൻ വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. मैं क्यों ये सारे बातों को बोल रहे हैं, अभी सांबासर पूरा कोट सूट में घूमता है, लेकिन ये शुरुआत नहीं था। इस शुरुआत बहुत ही दर्दनायक था, यही समझाने के लिए मैं बोल रहा हूँ। എനിക്ക് വിശന്നിട്ട് അവിടെ കിടന്നൊരു കോട്ടെടുത്ത് അവിടുത്തെ സ്വിച്ച് ബോർഡ് ഇട്ട് 4 അടി അടിച്ച് അവിടുത്തെ വയറിംഗ് എല്ലാം ചവിട്ടിപ്പറിച്ച് ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ആഹാരം വേണം. और वहां पर एक कोट था, मैंने वहां पर तार वार सब उससे तोड़ दिया और मैंने कहा उनसे मुझे खाना अभी चाहिए। പാവം എവിടെയോ പോയി ദൂരം സൈക്കിളിൽ വിട്ട് ഒരു 3 പൊറോട്ടയും മേടിച്ചുകൊണ്ട് വന്നൊക്കെ ഞാൻ ഓർക്കുന്നു. और मैंने देखा है दूर साइकिल चलाकर वो गया है, 3 परोठा मेरे लिए खरीद कर लाया है। ഒരു ഭയങ്കര മഴ പെയ്യുമ്പോൾ ഒരു മനുഷ്യൻ ഞങ്ങളുടെ വീടിന്റെ വാതിൽക്കൽ കൂടെ പോവുക. और एक बारिश के समय एक व्यक्ति हमारा रूम के सामने से जा रहा था। അദ്ദേഹത്തിന് ആ സൈഡിൽ കയറി നിന്നപ്പോൾ സാമ്പാസ് ഒരു കുട എടുത്തു കൊടുത്തു. അപ്പൊ ഞങ്ങൾ 3 ദിവസമായി ആഹാരം കഴിച്ചിട്ട്. और उसी दिन हम 3 दिन से खाना नहीं खा रहे थे, खाना नहीं था खाने के लिए। तो वो आदमी बारिश की वजह से रुका हुआ था। सांबास उनको एक छाता निकाल कर दिया। തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം ഈ ഭയങ്കര വലിപ്പമുള്ള 3 അയല ഞങ്ങൾക്ക് തന്നു. और वो जब वापस आया है वो बड़ा 3 जो लंबा मछली होता है हमें दिया है। അത് പുഴുങ്ങി തിന്നിട്ട് നിങ്ങൾക്കറിയാലോ, ഉപ്പും മുളകും ഇല്ലാതെ അയല പുഴുങ്ങി തിന്നാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രതിസന്ധിയെ കുറിച്ച് വായിക്കാമല്ലോ നിങ്ങൾക്ക്. और आपको मालूम है उसी में डालने के लिए, मछली को उबालने के लिए हम कोशिश किया, उसमें मिर्च है ना मसाला है, ऐसे उबाल के खाएगा तो क्या हाल हो सकता है, आपको मालूम है। എമ്പിടി നടന്നിട്ടുണ്ട്. और बहुत हम पैदल चले हैं, ഒത്തിരി അലഞ്ഞിട്ടുണ്ട്, बहुत परेशानी उठाए हैं। ഒത്തിരി കരഞ്ഞ്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ഈ പ്രശ്നങ്ങളുടെ ഒരു തോഴനാണോ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. कई बार हम यही सोचते क्या सारे समस्याओं को झेलने के इन्हीं को ही प्रभु ने मौका दे रहे हैं। ഷൊർണൂർ കർത്താവിന്റെ വേലയ്ക്ക് പോയി രാത്രി പെരയ്ക്ക് ചുറ്റും RSSകാർ വന്നിരുന്ന് വെല്ലുവിളിക്കുമ്പോൾ ശ്വാസം പോലും വിടാതെ ആ പെരയ്ക്കകത്ത് ഇങ്ങനെ കൂനിക്കൂടിയിരുന്ന ഒരു രാത്രി മുഴുവൻ ഇരുന്നത് എന്റെ ഓർമ്മയിലുണ്ട്. मुझे याद है शोरनूर में पूरा जब मसीह विरोधी घर को घेरा है, अंदर में बहुत ही दुख के साथ बैठे हैं। പക്ഷെ ഞാൻ ആ വാക്ക് ഒരിക്കൽ കൂടെ ആവർത്തിക്കാം, നമ്മുടെ കർത്താവ് ആർക്കും കടക്കാരൻ. मैं फिर से दोहराना चाहता हूं, हमारा यीशु किसी के लिए कर्जदार नहीं है। എല്ലാ പ്രാവശ്യവും അദ്ദേഹം വിദേശയാത്ര ചെയ്യുമ്പോൾ ഞാൻ ഓർക്കും ഇത്തവണ തിരിച്ചു വന്നു കഴിയുമ്പം എന്തെങ്കിലും നടക്കുമെന്ന് ഓർത്താണ് ഞാൻ ഈ ഓരോ പ്രാവശ്യം കാത്തിരിക്കുന്നത്. പക്ഷേ വരുമ്പോൾ ഞാൻ പോൾസോണിക്കും വല്ലതും നടക്കുമോടോ
അന്നേരം പോൾസൺ മിണ്ടാതിരിക്കുമ്പോൾ ഞാൻ പറയും, ഉടുത്ത തുണിയായിട്ട് അദ്ദേഹം തിരിച്ചു വന്നല്ലോ, അതിനായിട്ട് സ്തോത്രം. और जब भी वो विदेश जाते हैं, वापस जब आने के समय हम पॉल्सन पास से पूछते हैं इस साल क्या वो अपने लिए कुछ करने वाले हैं. पॉल्सन पास चुपचाप रहते हैं और मैं पास्टर जी को ऐसे मजाक में बोलता हूँ कि कम से कम वो पहना हुआ कपड़ा लेकर वापस आया है, ये बहुत बड़ी बात. ഞാൻ ആ ദൈവമനുഷ്യനെ കർത്താവിൽ ബഹുമാനിക്കുന്നു. मैं उस प्रभु का दास को मसीह में आदर करता हूँ. പേരിന് വേണ്ടിയിട്ടല്ല, പ്രശസ്തിക്ക് വേണ്ടിയിട്ടല്ല, തൻ്റെ അകത്ത് കിട്ടിയ ദർശനം തുരുമ്പടിക്കാതെ കഴിഞ്ഞ 3 പതിറ്റാണ്ടുകൾ ആ മനുഷ്യൻ സൂക്ഷിച്ചു. पिछले 30 साल प्रभु के दास जो दर्शन पाया है, उसी दर्शन में कायम रहा, कभी भी दर्शन ठंडे होने दिया है जिंदगी में. ഞാൻ കഴിഞ്ഞൊരു ദിവസം പലവട്ടം സാംബാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. हम बीते हुए दिनों में कई बार सांबास्टर के लिए प्रार्थना किया. കർത്താവിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞ വാക്ക് അദ്ദേഹം ഇവിടെ അറിയാതെ പറഞ്ഞിട്ടുണ്ട്. और प्रभु का आत्मा जो मुझसे कहा बिना वो जाने वो यहाँ पर घोषणा किया. ഈ 30ാമത്തെ വർഷത്തിൽ 31ാമത്തെ വർഷത്തിൽ ചവിട്ടി നിൽക്കുന്ന അദ്ദേഹത്തോട് ആമേ ദൈവം പറഞ്ഞ ആലോചന, ആ വാക്ക് കറയില്ലാതെ ഞാൻ പറയാം. 31वीं साल में सेवकाई में खड़े रहने वाला प्रभु का दासों को पवित्र आत्मा जो कहना चाहता है मैं कहना चाहूंगा. ശമര്യ മുതൽ ഗസ വരെ ഫിലിപ്പോസ് നടന്നാണ് വന്നത്. और गस्सा से शमरिया तक फिलिपोस पैदल चलकर आया है. എന്നാൽ അസ്തോദിലേക്ക് അവൻ നടക്കാൻ ദൈവം അനുവദിച്ചില്ല. अस्तोद की ओर चलने के लिए प्रभु अनुमति नहीं दिया. അസ്തോദിലേക്ക് ഫിലിപ്പോസ് യാത്ര ചെയ്തത് പരിശുദ്ധാത്മാവിന്റെ ഒക്കത്തിരുന്നാണ്. और अस्तोद की ओर पवित्र आत्मा के कंधे में बैठकर फिलिपोस को उठा कर लेके गया है. നടക്കാൻ ഒരു സീസൺ ഉണ്ടെങ്കിൽ ആത്മാവിനെ നിന്നെ എടുത്തോണ്ട് നടക്കാൻ. आत्मा में चलने के लिए एक समय है, तो एक समय आएंगे आत्मा में आप उड़कर जाएंगे प्रभु के लिए. ഞാൻ 100% വിശ്വസിക്കുന്നു. मैं 100% मानता हूँ. കർത്താവിന്റെ വരവ് വരെയോ തന്റെ കണ്ണ് തിരുമി അടയ്ക്കുന്ന കാലം വരെയോ ഇനിയുള്ള തന്റെ സീസൺ ആത്മാവ് തന്നെ ലിഫ്റ്റ് ചെയ്യുന്ന സീസൺ ആയിരിക്കും. यीशु मसीह की आगमन हो या प्रभु की दास की सेवा पूरा होने का समय हो, तब तक आत्मा उनको उठाकर चलाने वाला है पूरा दुनिया भर में. ഞാൻ ഹൃദയം നിറഞ്ഞ് ഇങ്ങനെ ഒരു ആശംസ പറയുകയാണ്. मैं दिल से ऐसे एक बधाई देना चाहता हूँ. താൻ ഇന്ത്യയുടെ അപ്പോസ്തലനായി അറിയപ്പെടട്ടെ. वो भारत का प्रेरित कहलाए जाए यीशु मसीह के नाम से. നല്ലപോലെ ഒന്ന് കൈയടിച്ച് ओ ताली बजाकर ऐसे घोषणा करे प्रभु की महिमा के लिए सभी लोग. ഒരു 2 മിനിറ്റും കൂടെ 2 मिनट और. പൗലോസുമായിട്ട് ബന്ധം പുലർത്തിയ ഒത്തിരി ആളുകളുടെ ലിസ്റ്റ് എന്റെ ഡയറിയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. पौलुस के सेवकाई के संबंधित ताल्लुक रखने वाला कई लोगों का नाम मेरा डायरी में लिखा है. അക്കൂട്ടത്തിൽ പൗലോസിനെ അസ്വസ്ഥനാക്കിയ ആളുകളുണ്ട്, കൂടെ നടന്നവരുണ്ട്, ഒപ്പം യാത്ര ചെയ്തവരുണ്ട്. പക്ഷേ എപ്പഫ്രാസിനെ കുറിച്ച് പൗലോസ് പറഞ്ഞൊരു വാക്ക് കൊലോസ്യ ലേഖനത്തിൽ കിടപ്പുണ്ട്. और ऐसे कई लोग हैं, कुछ लोग पौलुस को तकलीफ दिया है, कुछ लोग पौलुस को छोड़ के गया है, लेकिन कोलोसियों की पत्री में एपफ्रास नाम करके एक व्यक्ति है. पौलुस ने कहा ആ വാക്ക് പൗലോസ് പിന്നെ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. पौलुस वो शब्द दोबारा इस्तेमाल नहीं किया है. എന്റെ എപ്പഫ്രാസ് എന്റെ വിശ്വസ്ത ശിഷ്യനും നിങ്ങളുടെ ശുശ്രൂഷകനുമായി ഇത് പറഞ്ഞിട്ട് പറയുന്നു, ആത്മാവിലുള്ള സ്നേഹം നിങ്ങളോട് അറിയിച്ചവനും അവനാണ്. और वो कह रहा है वो मेरा विश्वास योग्य साथी है, तुम्हारे लिए दास है और आत्मा का प्रेम वो तेरे साथ साझा किया. ലവ് ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിലെ സ്നേഹം, आत्मा का प्रेम वो साझा किया है. എനിക്കൊന്ന് ഈ ഓട്ടത്തിന്റെയും ഈ അലച്ചിലിന്റെയും ഒക്കെ പുറകിൽ തന്റെ അകത്ത് തിളയ്ക്കുന്ന ആ ദർശനമായിരിക്കാം. और इतना भाग दौड़ जिंदगी जीने के लिए एक ही वजह हो सकता है, दिल में एक प्यास है, दिल में एक बोझ है प्रभु की. രഹോബോത്ത് വളരും. रहबोत और भी बढ़ने जा रहा है. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അത് എത്തിയിരിക്കും. भारत की हर एक राज्य में कलीसिया स्थापित होगा. രഹോബോത്ത് കടല് കടക്കും. और रहबोत फैलते रहेंगे. ഭൂഖണ്ഡങ്ങളിൽ അത് പടരും. कई महादेशों में सेवकाई पहुंचने वाले हैं.